ഗൈസ്, കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാൻ വാട്സപ്പിൽ വന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ നാത്തൂന് എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു കേട്ടോ. സ്ക്രീൻഷോട്ടിനകത്ത് എനിക്ക് വന്ന സെയിം മെസ്സേജ് അവൾക്കും വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് അവൾക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായല്ലോ. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. ആർക്കെങ്കിലും വരുവാണെങ്കിൽ നിങ്ങളും ശ്രദ്ധിക്കുക, തട്ടിപ്പുകളിൽ വീഴാതിരിക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളുണ്ടല്ലോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നേരത്ത് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും അറിയോ? എവിടെയാണ് നമ്മളുടെ ടാലൻറ്റ്, ഏതിലാണ് നമ്മൾ എക്സ്പേർട്ടായിട്ട് വരുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഞാനും കുറേ നേരം ഇരുന്ന് അങ്ങോട്ട് ആലോചിച്ച്, കുറേ ദിവസം എടുത്ത് ഞാൻ ആലോചിച്ച് എൻ്റെ കഴിവുകൾ എന്താണ്, ആ കഴിവനുസരിച്ചിട്ട് വേണം നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. കാരണം ഓരോരുത്തരും ഓരോ ഏരിയയിൽ എക്സ്പേർട്ടായിരിക്കുമല്ലോ. അങ്ങനെ ആലോചിച്ച് തന്നെ എനിക്ക് കണ്ടുപിടിച്ചു ഗൈസ്, എനിക്കൊരു ടാലൻറ്റ് നേരാവണ്ണം ഇല്ല എന്നുള്ളത്. പാട്ട് പാടാൻ അറിയത്തില്ല, ഡാൻസ് കളിക്കാൻ അറിയത്തില്ല, നേരാവണ്ണം കുക്കിംഗ് അറിയത്തില്ല. അങ്ങനെ ആ ഒരു സത്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഭയങ്കര ഞെട്ടൽ. എന്നാൽ പിന്നെ ഏത് വീഡിയോസ് ഇടും എന്നുള്ളത്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ സംസാരിക്കാൻ പറ്റും. അതേമാതിരി എപ്പോഴും എനിക്കൊരു പോസിറ്റീവ് ഒരു എനർജി ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് മിക്ക സമയങ്ങളിലും. ചില സമയത്ത് മാത്രമാണ് ഇത്തിരി നെഗറ്റീവ്, അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഭയങ്കര പോസിറ്റീവായിരിക്കും. ഈ ഒരു ടാലൻറ്റ് എനിക്കുണ്ട്. പിന്നെ ഇത്തിരി സാരി ഉടുക്കാനറിയാം. കുക്കിങ്ങിനെ പറ്റി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാടൻ ഫുഡ് മാത്രമേ കുക്ക് ചെയ്യാൻ അറിയാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ ബിരിയാണി, പിസ്സ, ബർഗർ, കുക്കീസ് മടക്കൂല. അപ്പോൾ ആ ഒരു രീതിയിൽ എന്നിട്ടോ ഞാൻ കഷ്ടപ്പെട്ട് കുക്കിംഗ് വീഡിയോ ഇട്ട് ഓഫീസിൽ പോയിട്ട് വന്നിട്ട് സമയമില്ലാതെ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇട്ടപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് തന്നെ എന്നോട് പറയാം, മീര ദയവ് ചെയ്ത് കുക്കിംഗ് വീഡിയോസ് ഇടരുതെന്ന്, വെറുപ്പിക്കരുതെന്ന്. അപ്പം ഞാൻ ആ പരിപാടി അങ്ങോട്ട് നിർത്തി. അങ്ങനെ ഞാൻ എന്നാ വിചാരിച്ചെന്നാൽ നോർമൽ കുറച്ച് വീഡിയോസ്, എല്ലാവരും ഒരു പെർട്ടിക്കുലർ കണ്ടന്റിൽ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ആ ഒരു പ്രത്യേകിച്ച് കണ്ടന്റൊന്നും ഇല്ലാത്ത വീഡിയോസ്, അതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഐഡിയ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വ്ളോഗർ ആവുക. ഫുഡ് വ്ളോഗർ ആയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ റെസ്റ്റോറൻറ്റിലും പോകുന്നു, നമ്മൾ ഇഷ്ടം പോലെ ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നു, അതിനെപ്പറ്റി നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ മതി, നമ്മൾ ഉണ്ടാക്കുന്നില്ലല്ലോ, നമ്മൾ കഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വിചാരിച്ച് പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ ഫുഡെല്ലാം കൂടെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്തൊക്കെയായിരുന്നു ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പം വിശന്ന് ഒരു പരുവത്തിലാണ് വീട്ടിലോട്ട് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? പുട്ട്, ഇഡലി, ദോശ, മിക്ക സമയങ്ങളിലും പഴങ്കഞ്ഞി. അടിപൊളി ഫുഡായിരുന്നു ഇല്ലേ? പക്ഷേ ഇപ്പം നമ്മുടെ കുട്ടികൾ എന്താ കഴിക്കുന്നത്? അതേമാതിരി ആ കുട്ടികൾ കഴിക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു ചിന്തയുണ്ടല്ലോ, കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്ന്. അതുകൊണ്ടിട്ട് ഞാൻ ആ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ച്, എനിക്ക് അസുഖങ്ങളൊന്നും വരണ്ട എന്ന് വെച്ചാൽ അസുഖങ്ങൾ വരത്തില്ലെന്ന് ചോദിച്ചാൽ വരും, ഇല്ലെന്നല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ എല്ലാ ഹോട്ടൽസിലും ഒക്കെ പോയി കഴിക്കുമ്പോൾ എല്ലായിടത്തും എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ ഞാൻ റെഡി അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.